ഓരോയിടത്തും കാത്തു നിൽക്കുന്ന മനുഷ്യർ, ഇവിടെ നിന്നെല്ലാമുള്ള മനുഷ്യർ കാത്തു നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ സ്ത്രീകൾ, അവരുടെ സംഘടനകളുള്ളവർ, അല്ലാതെ വന്നിട്ടുള്ള സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥിനികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള മനുഷ്യർ VS കാണാൻ വരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനത്തെ അനുഗമിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, കരയുന്നു, പൂക്കളെറിയുന്നു. VS അച്യുതാനന്ദന്റെ ഇപ്പോൾ ഒരു ലീഡർ, ഒരു ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു മനുഷ്യൻ, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരാൾ, ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഒരാൾ, അതിനുവേണ്ടി സകലമാന സംവിധാനങ്ങളോടും സകല ഗോപുരങ്ങളോടും യുദ്ധം ചെയ്യുന്ന ഒരാൾ. ആ നിലയ്ക്കൊരു VS കേരളത്തിന്റെ അവസാനത്തെ അനുഭവമായിരിക്കും. കാരണം അങ്ങനെയുള്ള നേതാക്കളെ അപൂർവമായി കാണുന്നുള്ളൂ. കേരളത്തിലെ ഒരുപാട് നേതാക്കളെ CPIM സംഭാവന ചെയ്തിട്ടുണ്ട്. EMSനെ പോലെയുള്ള നേതാക്കൾ, AKGയെ പോലെയുള്ള നേതാക്കൾ, നായനാരെ പോലെയുള്ള നേതാക്കൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റു പാർട്ടികൾ K കരുണാകരനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ എത്രയെത്ര നേതാക്കളെ, അവരുടെ വിടവാങ്ങലുകളെ കണ്ടു. VS എന്തുകൊണ്ട് സവിശേഷ വ്യക്തിത്വമാകുന്നു? കാരണം അദ്ദേഹം പാർട്ടിയുടെ തീരുമാനങ്ങൾ ആണ് ശരി, എല്ലായ്പ്പോഴും പാർട്ടി ശരിയായിരിക്കും, അതിനപ്പുറം ഒരു ചിന്ത പാടില്ല എന്ന മട്ടിലുള്ള ബ്ലൈൻഡായ സമീപനം ഒരിക്കലും അദ്ദേഹം എടുത്തില്ല. അഡമന്റായ സമീപനം ഒരിക്കലും എടുത്തില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യരുള്ളതാണ്, അതിന് തെറ്റിപ്പോകാം എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ, തെറ്റിപ്പോകും അത് തിരുത്താൻ ശബ്ദം ഉണ്ടാക്കണം, അതിന് ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ കേൾക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സെക്യൂരിറ്റി മതിലുകൾക്കകത്ത് പോലും ജീവിച്ച ഒരാളല്ല. അദ്ദേഹത്തെ കാണാൻ ആളുകൾക്ക് എപ്പോഴും പോകാമായിരുന്നു. നോക്കൂ, സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് VS അച്യുതാനന്ദൻ്റെ കൂടെ ഓർമ്മ പങ്കുവെച്ച് VSന്റെ കൂടെയുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്ന ആൾക്കാരെ കാണാം. എല്ലാവരുടെയും ചിത്രങ്ങളുടെ കൂടെ VS ഒപ്പം ഇരുന്ന് ചിരിക്കുന്നു, ക്യാമറയ്ക്ക് അഭിമുഖമായി നോക്കുന്നു. എല്ലാവർക്കും പങ്കുവെക്കാൻ ഒരു പടം VSന്റെ കൂടെ ഉണ്ട് എന്ന് കാണുക പരമാവധി ആളുകൾ. അങ്ങനെ ആളുകൾക്ക് ആക്സസിബിൾ ആയിരുന്ന ഒരാളായിരുന്നു, ആക്സസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആളുകൾക്ക് അത്രയും ജനങ്ങളാണ് ശക്തി, ജനങ്ങളാണ് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് ബോധ്യം ഉണ്ടായിരുന്ന ഒരാൾ ജനങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് VSനെ സകലാർത്ഥത്തിലും വ്യതിരിക്തനാക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അത് ആളുകൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് അവസാനത്തെ ഒരു മൊമെൻറ്റിൽ ഒരു പൂ എടുത്ത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിലാപയാത്രാ വാഹനത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് താങ്ക് യു VS എന്ന് പറയുന്നതിൻ്റെ തത്സമയ കാഴ്ച വലിയ കാഴ്ചയാണ്, വലിയ രേഖപ്പെടുത്തലാണ് ധന്യ, നിശ്ചയമായും ഇത്. നിഷാദ് അവസാനം സൂചിപ്പിച്ചതുപോലെ VSനൊപ്പം ഒരു ചിത്രം, ഒരു ഫോട്ടോ, അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് ആളുകൾ എപ്പോഴും, ഇപ്പം നമുക്കറിയാം ഒരുപാട് നേതാക്കൾ നമുക്ക് മൺമറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഓരോ നേതാവിനുമൊപ്പം ആ രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുള്ള, ആ നേതാവിനോട് പ്രത്യേക അടുപ്പമുള്ള ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ ആ രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ മുതൽ തന്നെ നമ്മുടെ ഫീൽഡിൽ വരുന്ന, സോഷ്യൽ മീഡിയയിൽ വരുന്ന ചിത്രങ്ങൾ നമുക്കറിയാം. രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ VS വിശ്വസിച്ച പ്രസ്ഥാനവുമായിട്ടോ VSുമായിട്ടില്ലെങ്കിൽ നേരിട്ട് എന്തെങ്കിലും VSൽ നിന്ന് ലഭിക്കുകയോ എന്തെങ്കിലും സഹായം VSൽ നിന്ന് ലഭിക്കുകയോ ചെയ്ത ആളുകളൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് VS ഉണ്ടായി. ഇപ്പോൾ പാർട്ടിയുടെ സ്വത്താണ് VS എന്ന് പറയുമ്പോഴും അത് കേരളത്തിന്റെ സ്വത്തായിരുന്നു എന്നുകൂടിയല്ലേ ഇന്നലെ മുതൽ തിരിച്ചറിയുന്നത്. വലിയ ശബ്ദമാണ്, മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. സ്വാഭാവികമായിട്ടും നിഷാദിന് കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ തരത്തിൽ ആളുകൾ അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന, ഇല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പോസ്റ്റുകളും ഓർമ്മകളും പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നു നിൽക്കുന്ന ഓരോ മനുഷ്യനും ഓരോ കഥയായിരിക്കും. VSനെ കാണുന്നത് ഓരോ കണ്ണുകളിലൂടെയായിരിക്കും. VSുമായുള്ള ബന്ധം, VSലേക്ക് എത്തിയ വഴി, VSൽ എന്തുകൊണ്ട് വിശ്വസിച്ചു എന്നൊക്കെയുള്ളതിൽ ഓരോ കഥകളുണ്ടാവും ഓരോ മനുഷ്യർക്കും. ആ കഥകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പ്. അതായത് ഒരു അധികം ആർക്കും അറിയാത്ത ഒരു പ്രത്യേകമായി നമ്മുടെ ഈ അനുസ്മരണങ്ങളിലൊക്കെ വളരെ ആഴത്തിൽ നമുക്ക് ടച്ച് ചെയ്തിരുന്ന ഒരു കുറിപ്പായിട്ട് തോന്നിയത് സുജാ സൂസൻ ജോർജ് എഴുതിയ ഒരു കുറിപ്പാണ്. അത് സൂര്യനെല്ലി പെൺകുട്ടിയുടെ കുറിപ്പാണത്. സൂര്യനെല്ലി പെൺകുട്ടിയെ കുടുംബത്തെ കാണാനെത്തിയ VS അന്ന് മുത്തച്ഛനാണ് പണം തരുന്നത് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കുറിപ്പ്. അതിൽ നിന്ന് പലതരത്തിൽ നമുക്ക് VSനെ വായിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം, എന്തിനു വേണ്ടി നിലകൊണ്ടിരുന്നു, ആർക്കു വേണ്ടി സംസാരിച്ചിരുന്നു, കൈകൾ ഉയർത്തിയിരുന്നു, ശബ്ദം ഉയർത്തിയിരുന്നു എന്നതൊക്കെ ഓരോരുത്തരുടെയും കുറിപ്പുകളിലൂടെ, ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ, വാക്കുകളിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രാത്രി മുതൽ എന്നുള്ളതാണ്. സെയ്ഫ് സൈലാദ്ദീൻ ചേരുന്നു. സെയ്ഫ്, ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ പലതരത്തിലാണ് VS, പലർക്കും പലതാണ്. പല രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്കും പല ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്കുമൊക്കെ പലതാണ്
VS എന്നുള്ളത് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് VS പാർട്ടിയുടേത് മാത്രമായിരുന്നില്ല, അതിനപ്പുറത്തേക്ക് പാർട്ടിയും കവിഞ്ഞു പോകുന്ന ഇങ്ങനെ വിശാലമായി കിടക്കുന്ന എന്തോ ആയിരുന്നു VS എന്നുള്ളൊരു തോന്നലല്ലേ അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്? VS അച്യുതാനന്ദൻ എന്നുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാർക്കശ്യത്തിന്റെ മതിലുണ്ട്. പാർട്ടി ഒരു ചട്ടക്കൂട്, പാർട്ടിയുടെ ഒരു അച്ചടക്കം, പാർട്ടിയുടേതായ രീതികൾ, പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനപ്പുറത്തേക്ക് കടന്ന് ചെയ്യാതിരിക്കുക. പക്ഷേ ജനകീയത കൊണ്ട് ഈ കാർക്കശ്യത്തിന്റെ ഒരു മതിലുണ്ട്, പാർട്ടി ഉണ്ടാക്കി വെച്ച ഒരു കാർക്കശ്യത്തിന്റെ മതിലുണ്ട്. അതിനെ പുറത്തു കളഞ്ഞ ആളാണ് VS അച്യുതാനന്ദൻ. അങ്ങനെ പൊളിച്ചു കളയുമ്പോഴും പാർട്ടിക്ക് VSനെ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടില്ല, പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ 2014-15 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങി വരുന്ന VS അച്യുതാനന്ദൻ ഉണ്ട്. ആ VS അച്യുതാനന്ദൻ മറ്റേതെങ്കിലും ഒരു നേതാവാണ് അത് ചെയ്തതെങ്കിൽ പിറ്റേ ദിവസം പാർട്ടിക്ക് പുറത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ VS അച്യുതാനന്ദൻ അന്ന് പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അന്ന് ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ട്, അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം എല്ലാ കാലത്തും ഒരു അനുനയത്തിന്റെ സ്വഭാവമുള്ള ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം അടക്കമുള്ളവർ VSനെ വിളിച്ച് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ VSനെ കുറിച്ചൊരു വാചകം പറയുന്നുണ്ടായിരുന്നു. ആ വാചകം പിൻവലിച്ചാൽ മാത്രമേ താൻ പാർട്ടി സമ്മേളനത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് നിലപാട് സ്വീകരിച്ച ആളാണ് VS അച്യുതാനന്ദൻ. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ പാർട്ടി പക്ഷേ ഒരു തരത്തിൽ വഴങ്ങാൻ തയ്യാറായില്ല. അന്നാണ് പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടക്കുന്നത്. വിരക്തരും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട എന്ന് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് സമാപന വേദിയിൽ വെച്ച് VS അച്യുതാനന്ദനോട് പിണറായി വിജയൻ പറയുന്നത്. അന്ന് വേണമെങ്കിൽ VS അച്യുതാനന്ദന്റെ നടപടി പാർട്ടിക്ക് എടുക്കാമായിരുന്നു. പക്ഷെ പാർട്ടി അത് ചെയ്തിട്ടില്ല. പാർട്ടിക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം VSന്റെ ജനകീയ പ്രതിച്ഛായ എന്നുള്ളത് അത്രയും വാനോളം ഉയർന്ന ജനകീയ പ്രതിച്ഛായയായിരുന്നു VSന് ഉണ്ടായിരുന്നത്. ഒരു യുവാക്കൾ 90 വയസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ യുവാക്കൾ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ മനുഷ്യനോടുള്ള ആരാധന കൊണ്ട് ഈ മനുഷ്യൻ എവിടെങ്കിലും ഒരു പരിപാടിക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ പകുതിയിലേറെയും യുവാക്കൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാഴ്ച. VSന്റെ ഒരു പണ്ടത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ദൃശ്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഇങ്ങനെ ഒരു പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ എന്ന് ചോദിക്കുന്ന ഒരു വൃത്തിയായ ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. VS അച്യുതാനന്ദൻ അങ്ങനെ പ്രായത്തില്ല, പിന്നെ എല്ലാ മനുഷ്യരോടും ഒരേപോലെ ഇടപെടുന്ന ആളാണ്, എല്ലാവർക്കും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നു. ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചൊരു കേസുണ്ട്, സൂസൻ ജോർജ് ഫേസ്ബുക്കിലിട്ട ആ പോസ്റ്റ്. അത് വളരെ വൈകാരികമായിട്ട് നമുക്ക് കാണുന്നതാണ്. VS അച്യുതാനന്ദൻ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ കണ്ടത് എന്നുള്ളത് വളരെ വൈകാരികമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. കാര്യത്തിൽ സംശയമില്ല. VSന്റെ ആ പോരാട്ട വീര്യം അത് 1923 പിന്നീട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സമയത്തെല്ലാം VS അച്യുതാനന്ദൻ VSന്റെ ഒരു പോരാട്ട വീര്യം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 98ാമത്തെ വയസ്സിലും VS അച്യുതാനന്ദൻ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ വ്യത്യസ്തത. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അച്യുതാനന്ദൻ മൂന്നാറിൽ പോകുന്നത്, പെമ്പിള ഒരുമ സമരത്തിന് പിന്തുണ നൽകുന്നത്, പിന്നീട് മൂന്നാർ കയ്യേറ്റ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയം, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് VS സ്വീകരിച്ച നിലപാടുകൾ, ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ട് VS സ്വീകരിച്ച നിലപാടുകൾ, IC വിഭാഗം കേസുമായി ബന്ധപ്പെട്ട് VS സ്വീകരിച്ച നിലപാടുകൾ, VSന്റെ അഴിമതിക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100 കാര്യങ്ങൾ പറയാനുണ്ടാകും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും വ്യവഹാരം കോടതികൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് പറയാൻ കഴിയും. സാധാരണ എന്തെങ്കിലുമൊക്കെ ഹർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിഭാഷകരെ കൊണ്ട് കൊടുപ്പിക്കുന്നതാണ് ഒരു പതിവ്. പക്ഷെ VS അച്യുതാനന്ദൻ തന്റെ 97ാമത്തെ വയസ്സിൽ കോടതിയിൽ വന്ന് നേരിട്ട് ഹർജി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയിൽ നേരിട്ട് വന്ന് ഹർജി നൽകി ജഡ്ജിന് മുന്നിൽ ഹർജി നൽകിയിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശനെതിരെ. വെള്ളാപ്പള്ളിയുടെ കുളങ്ങരയിലെത്തി കണിക്കുളങ്ങരയിലെ സൈലോക്ക് എന്ന് വെള്ളാപ്പള്ളി എത്തിക്കാനുള്ള ആർജവം ഉണ്ടായിരുന്ന ആളാണ് VS അച്യുതാനന്ദൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ആരെ മുഖത്ത് നോക്കി എന്തും VS അച്യുതാനന്ദൻ പറയും. അത് പാർട്ടി സെക്രട്ടറി ആയാലും പറയും, ആരായാലും പറയും. ഇപ്പോ പിണറായി വിജയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ആലപ്പുഴ സമ്മേളനവുമായി ബന്ധപ്പെട്ട് VS ഇറങ്ങിപ്പോയി
വിവാദമായി നിൽക്കുന്ന സമയത്ത് പിണറായി വിജയൻ എന്തോ ഒരു പ്രതികരണം നടത്തിയ സമയത്ത് VS-നോട് മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ VS പറയുന്നത് അയാളെന്തോ എനിക്കെതിരെ എന്തോ നടപടിയെടുത്തെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വളരെ ലാഘവത്തോടു കൂടി ആ വിഷയത്തെ സമീപിച്ച ആളാണ് VS അച്യുതാനന്ദൻ. VS-ഉം പിണറായി തമ്മിലുള്ള പോരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. VS-ന്റെ പോരാട്ടം അത് നിയമസഭയിലായാലും പുറത്തായാലുമുള്ള VS-ന്റെ പോരാട്ടങ്ങൾ അത് യുവ നേതാക്കന്മാർക്കും പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത്രയും ഊർജ്ജത്തോടു കൂടിയാണ് VS ഓരോ വിഷയങ്ങളിലും ഇടപെടുകയും ഓരോ വിഷയങ്ങളിലും പ്രതികരിക്കുകയും ചെയ്യുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി വിഷയങ്ങളെ പഠിക്കുക എന്നുള്ളതാണ് VS അച്യുതാനന്ദന്റെ ഒരു രീതി. അത് വിഷയം കൃത്യമായി തന്നെ അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ VS-ന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന പേഴ്സണൽ സ്റ്റാഫായിരുന്ന അംഗങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ പുള്ളിയുടെ ഒരു രീതിയുണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയൂ എന്ന് പറയും. അത് ഒരു വട്ടം പറഞ്ഞ് അപ്പോ സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട വിഷയം അത് ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ ആദ്യവട്ടം ഒരു വട്ടം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എഴുതി നൽകൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അതാണ് പിന്നീട് VS അച്യുതാനന്ദൻ അത് സർക്കാരിന്റെ മുന്നിൽ CPM-ലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഉള്ളിൽ പോയി അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള VS-ന്റെ ഒരു രീതിയുണ്ട്. അന്നതാണ് ഓരോ വിഷയത്തിലും VS നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ VS-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു സ്വഭാവം അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ട വളരെ രസകരമാണ്. ഇപ്പോ VS മണ്ഡലത്തിലേക്ക് പ്രചരണത്തിനെത്തണമെന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ആഗ്രഹിക്കാറുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ VS-നെ എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം. അപ്പോ ഈ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2005-ലും 2006-ലും 2011-ലും എല്ലാം VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ ആ മണ്ഡലത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്നതിനൊപ്പം VS ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും. എനിക്ക് ഇവിടെ ഈ കാര്യങ്ങൾ പറയണം എന്ന് VS സ്വയം പറയും. എന്നിട്ടാണ് VS അച്യുതാനന്ദൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് എഴുതി വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ സംസാരിക്കുന്നത്. പക്ഷേ VS-ന്റെ ഒരു അഭിപ്രായം അതിനകത്ത് ഉണ്ടാകും.